പരമ്പരാഗത രീതിയിൽ നെല്ല് പുഴുങ്ങുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ നെല്ല്. ഈ മുമ്പിൽ കാണുന്ന ചാക്കുകളിൽ നിറയെ ഞങ്ങളുടെ നെല്ലാണ്. ആദ്യം ചെമ്പ് അടുപ്പത്ത് വെച്ച് അതിൽ പാകത്തിന് വെള്ളം നിറച്ച് അതിലേക്ക് നെല്ലിട്ട്, വിഷമൊന്നും ഇല്ലാത്തതിനാൽ കുറേ പൊട്ടുണ്ട്, അതൊക്കെ നമ്മൾ വാരിക്കളയണം. ആദ്യം ഇതിൽ നന്നായി ഇളക്കുമ്പോൾ അടിയിലുള്ള പൊട്ടെല്ലാം പൊന്തി വരും. പിന്നെ മുകളിലുള്ള പൊട്ടുകളെല്ലാം നമ്മൾ വാരി മാറ്റിക്കളയണം. ഈ പൊട്ടിന് വന്നലെന്ന് നമ്മൾ പറയാറുണ്ട്, അതാണ് വാരി കളയേണ്ടത്. ഇത് കുറച്ച് വലിയ ചെമ്പായതുകൊണ്ട് ഈ വക്കിൻ്റെ അത്രയും നിറച്ച് നെല്ലിടണം. നമ്മൾ പുതിയ ഇട്ട നെല്ലിൽ വീണ്ടും ഇളക്കിയിട്ട് അതിലെ വന്നലുകളും പൊട്ടയായ നെല്ലുകളും എല്ലാം നമ്മൾ പെറുക്കി കളയാണ്. നമ്മൾ ഇതിൽ കുറേ ഉണ്ട്, അതൊക്കെ വാരിക്കളയാണ്. എന്നിട്ട് നമുക്ക് വീണ്ടും നെല്ലിടണം. നമ്മുടെ പാകത്തിന് എത്തിയിട്ടില്ല. നമ്മൾ നെല്ലിടുകയാണ്. ഇതിൽ കുറേ വന്നലൊക്കെ വന്നത് നമ്മൾ അധികം വിഷമൊന്നും അടിച്ചിട്ടില്ല. അത് കാരണമാണ് ഇങ്ങനെ വന്നലൊക്കെ അധികം വന്നത്. നമ്മളിതിൻ്റെ പാകത്തിന് ഇതിനെക്കാട്ടും കുറച്ച് മുകളിൽ വെള്ളം ഒഴിക്കണം. അത് കുറച്ച് അധികമുണ്ട്. ഇപ്പം നമ്മളിതിൽ നെല്ല് നിറച്ചിട്ടുണ്ട്. വെള്ളം നെല്ലിനേക്കാൾ 1 ഇഞ്ച് പൊക്കത്തിൽ നിൽക്കണം. ഇത് 2 പ്രോസസ്സാണ് നമുക്കുള്ളത്. ആദ്യം ഇത് വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയും പിന്നെ പിറ്റേ ദിവസം രാവിലെ ആവി കയറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ തിളപ്പിക്കാൻ പോവുകയാണ്. ഇത് 2 രീതിയിൽ പുഴുങ്ങാം, ഒരു പുഴുക്കനും ഇരുപ്പുഴുക്കനും. ഇത് നമ്മളിവിടെ ചെയ്യുന്നത് ഇരുപ്പുഴുക്കനാണ്. അപ്പോൾ ഇത് തീ കത്തിച്ചിരിക്കുകയാണ്. ഇത് നന്നായി തീ കത്തിക്കണം, എന്നിട്ട് വേണം ഇത് തിളയ്ക്കാൻ. നന്നായി കത്തണം, എന്നാലേ എല്ലാ വശവും തിളയ്ക്കുള്ളൂ. ഇതാ നമ്മുടെ നെല്ല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിനെക്കാട്ടും കുറച്ചും കൂടെ നന്നായി തിളയ്ക്കണം. കുറച്ചും കൂടെ തിളയ്ക്കാനുണ്ട്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്, എല്ലായിടത്തും ചൂടെത്താനും. തിളച്ചതിന് ശേഷമാണ് ഇളക്കേണ്ടത്. നമ്മുടെ നെല്ല് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലെ വെള്ളം വറ്റുന്നതനുസരിച്ച് ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ തീ കെടുത്തിയിട്ടാണ് വെള്ളം തീരുന്നതനുസരിച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇതാ വെള്ളം വറ്റിപ്പോയിട്ടുണ്ട്. നമ്മളിതാ ഇപ്പം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിന് നെല്ലിനൊക്കെ നല്ല ചൂടുണ്ട്. നന്നായി നിറച്ചുകൊണ്ടിരിക്കുകയാണിത്. കുറച്ച് കഴിയുമ്പോൾ ഇതിൽ വീണ്ടും വറ്റും. അപ്പോൾ നമ്മൾ വീണ്ടും ഈ തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിക്കും. ഈ നെല്ലെല്ലാം വെള്ളം കുടിച്ച് വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നിറയാനുണ്ട്. ഇതാ സൈഡിൽ വെള്ളം നിറയുന്ന കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ വെള്ളം ഊറ്റിയിട്ട് ഒന്നും കൂടി ആവി കയറ്റാൻ പോവാണ്. അപ്പോൾ വെള്ളം എടുക്കുവാണ്. നേരത്തെ തിളപ്പിച്ചതായതുകൊണ്ട് ഇനി ആവി കയറ്റുന്നത് മാത്രമേ ഉള്ളൂ.
ഇനി നമ്മൾ വെള്ളം വറ്റിക്കാൻ പോവാണ്. സാധാരണ നമ്മൾ കോരി എടുക്കുകയാണ് ചെയ്യാറ്. ഇത് നമ്മൾ പൈപ്പ് വെച്ച് വെള്ളം വലിക്കുകയാണ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ അധികം പണിയും വരുന്നില്ല. ഇതിലാണ് വെള്ളം ഇങ്ങനെ വരുന്നത്. അങ്ങനെ വെള്ളം മൊത്തം കോരി കളഞ്ഞിട്ടുണ്ട്. ബാക്കി കുറച്ച് വെള്ളം അതിൽ ആവി കയറാൻ പാകത്തിന് ആണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ നെല്ലിൽ എല്ലാ വസ്തുവും ആവി വന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ വസ്തുവും ആവി വന്നാലേ നമ്മൾ കുത്തുമ്പോൾ പൊടിഞ്ഞു പോകാതൊന്നും ഇരിക്കുള്ളൂ. ഇങ്ങനെ ആവി വരുമ്പോൾ നെല്ലിൻ്റെ തൊലി പൊട്ടണം, എന്നാലേ ഇത് ശരിയായി വേവുള്ളൂ. കാണിച്ചു തരാം. ഇതാ ഈ നെല്ല് നടുവേ പൊട്ടിയേക്കുന്ന പോലെ പൊട്ടണം. ഇതാ നന്നായി ആയി വരുന്നുണ്ട്. ഇങ്ങനെ നെല്ല് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് തീ കെടുത്താം. തീ കെടുത്തി കഴിഞ്ഞിട്ട് നമ്മളിതെടുത്ത് വാരി വെയിലത്ത് ഉണക്കാനിടേണ്ട. അത് ഇന്ന് വെയിലത്തിട്ട് ഉണക്കുകയാണ്. ഇങ്ങനെ ചിക്കിയിട്ടാണ് ഉണക്കുന്നത്. കാലും കൊണ്ട് നമ്മൾ ചിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചിക്കുന്നൊരു പൊലി കൂട്ടി എന്ന് പറയുന്നൊരു ഉപകരണമുണ്ട് ചിക്കൻ. ഇതാണ് ഞങ്ങളുടെ ഉണങ്ങിയ നെല്ല്. കാണിച്ചു തരാം. ഇതാണ് നെല്ല് ഉണങ്ങിയത്. ഇനി ഇത് നമ്മൾ കടിക്കുമ്പോൾ ഒച്ച കേൾക്കുന്ന പാകത്തിനാണ് ഇത് ഉണങ്ങുന്നത്. ഇനി നമ്മളിത് കുത്തി അരിയാക്കി എടുക്കണം. ഇതാണ് നമ്മളിപ്പോൾ കണ്ട നെല്ല് കുത്തിയത്. ഒരു അരി പോലും പൊടിയാണ്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി പച്ച അരി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പച്ചരി കുത്തിച്ചത്. ഇവിടെ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി പിന്നൊരു ദിവസം കാണാം.